നാട്ടിലെ നിയമസംവിധാനങ്ങളെല്ലാം വെല്ലുവിളിച്ചാണ് കൊള്ളപ്പലിശ സംഘങ്ങളുടെ പ്രവർത്തനം. എറണാകുളം പറവൂരിൽ ആശാ ബെന്നി എന്ന വീട്ടമ്മ ജീവനൊടുക്കാനിടയായത് വട്ടിപ്പലിശ സംഘങ്ങളുടെ ഭീഷണി മൂലമാണെന്നാണ് പരാതി. സംഭവത്തിൽ മുഖ്യപ്രതികളായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും ഒളിവിലാണ്. ഇവരുടെ മകൾ ദീപയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആശയെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ ദീപയും ഉണ്ടായിരുന്നുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി. ആശാ ബെന്നിയുടെ കുടുംബത്തിന്റെയും അയൽവാസികളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ദീപയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ദീപയുടെ മാതാപിതാക്കളായ പ്രദീപും ഭാര്യ ബിന്ദുവും നിലവിൽ ഒളിവിലാണ്. പ്രദീപിനും ബിന്ദുവിനുമൊപ്പം ദീപയും ആശയുടെ വീട്ടിലെത്തിയിരുന്നുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് വ്യക്തമാക്കി. കോട്ടുവള്ളി സൗത്ത് റേഷൻ കടയ്ക്ക് സമീപം പുളിക്കത്തറ വീട്ടിൽ ആശാ ബെന്നി ചൊവ്വാഴ്ചയാണ് പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. അയൽവാസിയായ പ്രദീപിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും പേരുകളാണ് ആശയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഇവരിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ ആശ പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നു. 1 ലക്ഷത്തിന് മാസം 10,000 രൂപയായിരുന്നു പലിശ. മുതലും പലിശയുമടക്കം 30 ലക്ഷം തിരികെ കൊടുത്തിട്ടും ഭീഷണി തുടർന്നുവെന്ന് ആശയുടെ കുടുംബം ആരോപിക്കുന്നു. നേരത്തെ കൈഞ്ഞരമ്പ് മുറിച്ചും ആശ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഫോൺ മുഖേനയും വീട്ടിലെത്തിയും പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും ഭീഷണിപ്പെടുത്തൽ തുടർന്നതോടെ ആശയുടെ കുടുംബം SP ഓഫീസിൽ പരാതി നൽകുകയും പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ വിളിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചും പോലീസുകാർക്ക് മുന്നിൽ വെച്ചും പ്രദീപ് കുമാർ ആശയെ ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം ആരോപിച്ചു. മരണത്തിന് തലേ ദിവസവും ഇവർ വീട്ടിലെത്തി ഭീഷണി മുഴക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 12-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അമിത പലിശ ഈടാക്കി പണം നൽകിയെന്ന് തെളിഞ്ഞാൽ മണി ലെൻഡിംഗ് ആക്ടിലെ വകുപ്പുകൾ കൂടി പ്രതികൾക്കെതിരെ ചുമത്തും. അതിനിടെ ഇവരിൽ നിന്ന് പലിശയ്ക്കെടുത്ത പണം ആശ എന്ത് ചെയ്തെന്ന ചോദ്യം അന്വേഷണ സംഘത്തെയും കുഴയ്ക്കുന്നുണ്ട്. വാടകയ്ക്ക് നൽകിയിരുന്ന 2 കടമുറികളിൽ നിന്ന് ആശയ്ക്ക് വരുമാനം ലഭിച്ചിരുന്നു. സ്വന്തമായുള്ള പലചരക്ക് കടയും കൊന്തയുടെ ബിസിനസ്സും നന്നായി നടക്കുന്നുമുണ്ട്. മറ്റു പലരിൽ നിന്നും ആശ വലിയ തോതിൽ പണം കടം വാങ്ങിയിരുന്നുവെന്നും പറയുന്നു. എന്നാൽ വീട്ടുകാർക്കോ അയൽക്കാർക്കോ ഇക്കാര്യങ്ങൾ അറിവുണ്ടായിരുന്നില്ല. ഗോതുർത്ത് സ്വദേശികളായ 2 യുവതികളുമായുള്ള പണമിടപാടുകളെക്കുറിച്ചും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത പോലീസ് വിശദമായി പരിശോധിക്കും. ബാങ്ക് ഇടപാടും ഗൂഗിൾ പേ അടക്കമുള്ള UPI ഇടപാടുകളും പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി.